ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. പൊളിറ്റിക്കൽ ഐഡിയാസ്, കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ 4ാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഗാന്ധിസം എന്ന ആശയത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഗാന്ധി പ്രചരിപ്പിച്ച ആശയങ്ങളും തത്വങ്ങളും രാജ്യത്തിനകത്തും പുറത്തും പ്രചാരം നേടിയിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഗാന്ധി ജീവിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ ലോകവ്യാപകമായിട്ട് തന്നെ പ്രചരിച്ചുകൊണ്ടിരുന്ന ഒന്നാണ്. തൻ്റെ ആശയങ്ങളെ ഒരു സിദ്ധാന്തമായല്ല, സത്യാന്വേഷണ പരീക്ഷണങ്ങളായാണ് ഗാന്ധി കണ്ടത്. അപ്പോൾ ഗാന്ധി തന്നെ നേരിട്ട് പലതവണ പറയുകയുണ്ടായിട്ടുണ്ട്, ഞാനൊരു സിദ്ധാന്തത്തിൻ്റെ വക്താവല്ല, എൻ്റെതൊരു സിദ്ധാന്തമല്ല, പരീക്ഷണങ്ങളാണ് എന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഗാന്ധി പക്ഷേ താൻ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തൻ്റെ അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്താൻ ഒരു മടിയുമില്ലാതിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഗാന്ധി തൻ്റേത് സിദ്ധാന്തങ്ങളല്ല എന്ന് പറഞ്ഞത്. കാരണം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനകത്ത് മാറ്റം വരുത്താൻ ഗാന്ധി തയ്യാറായിരുന്നു. ആ രീതിയിലാണ് ഗാന്ധി അതിനെ പരീക്ഷണങ്ങൾ എന്ന് വിളിക്കുന്നത്. പിന്നെ ജീവിതത്തെക്കുറിച്ചും ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങളെക്കുറിച്ചും ഗാന്ധിയുടെ ആശയങ്ങൾ പ്രതിപാദിക്കുന്നു. ഒരു ഫിലോസഫി എന്ന രീതിയിൽ ജീവിതത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആശയം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള, രാജ്യാന്തരമായിട്ടുള്ള, ദേശീയമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഗാന്ധിയുടെ ആശയങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഗാന്ധിസം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗാന്ധിസം എന്നുള്ള പേര് അദ്ദേഹം നൽകിയിട്ടുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ അതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അതിന് നൽകിയിട്ടുള്ള പേരാണ് ഗാന്ധിസം എന്നത്. ഇനി ഗാന്ധി സ്വാധീനിക്കപ്പെട്ട ചില കൃതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, പല ആളുകളെയും ഗാന്ധി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ പല എഴുത്തുകാരുടെ സ്വാധീനം ഗാന്ധിയിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് തൊരോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ലേഖനം അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഗാന്ധിയുടെ ആശയത്തിന്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് ഈ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ടോൾസ്റ്റോയുടെ കൃതികൾ, അതിൽ തന്നെ പ്രത്യേകിച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തിൻ യു എന്ന കൃതി, അതായത് നമ്മളിൽ തന്നെയുള്ള ദൈവരാജ്യം എന്ന ടോൾസ്റ്റോയുടെ കൃതി, അതുപോലെ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് തുടങ്ങിയിട്ടുള്ള കൃതികൾ, ഇതുകൂടാതെ വിവിധ മതഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, വേദങ്ങൾ, ബൈബിള്, ഖുറാൻ തുടങ്ങിയിട്ടുള്ള വിവിധ മതഗ്രന്ഥങ്ങളും ഗാന്ധിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇനി വരുന്നത് നോൺ വയലൻസ് ആണ്. നമ്മൾ മലയാളത്തിൽ അഹിംസ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആശയങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവ കൊണ്ടൊന്നും ഭൂമിയിലെ മറ്റൊന്നിനെയും മുറിവേൽപ്പിക്കരുത് എന്നുള്ളതാണ് അഹിംസ കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റൊന്നിനെയും കൊല്ലരുത് എന്ന് മാത്രമല്ല, ചിന്തയിലൂടെയോ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ഒന്നിനെയും മുറിവേൽപ്പിക്കരുത് എന്നുള്ള ആശയമാണ് അഹിംസ എന്നതിലൂടെ ഗാന്ധി അവതരിപ്പിക്കുന്നത്. ഇനി ഇത് ശക്തരുടെയും ധീരരുടെയും ഗുണമാണ് എന്നുകൂടി ഗാന്ധി പറയുന്നുണ്ട്. അതായത് മറ്റൊന്നിനെയും ഉപദ്രവിക്കാതിരിക്കുന്നത് ഒരു കഴിവുകേടിന്റെ ലക്ഷണമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അത് ശക്തരുടെയും ധീരരുടെയും ലക്ഷണമാണ്, ഒരു ഗുണമാണ് എന്നുള്ള രീതിയിലാണ് ഗാന്ധി പറയുന്നത്. അഹിംസ ശക്തരുടെയും ധീരരുടെയും ഗുണമാണെന്ന് ഗാന്ധി പറയുകയുണ്ടായി. അത് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അഹിംസ 3 തരത്തിലാണുള്ളത് എന്നുള്ള കാര്യം ഗാന്ധി അവതരിപ്പിക്കുന്നു. ആദ്യം വരുന്നത് നോൺ വയലൻസ് ഓഫ് ദ ബ്രേവ് ആണ്, ധീരരായിട്ടുള്ളവരുടെ അഹിംസ. അവിടെ വരുന്നത് വിഭവങ്ങൾ ഉണ്ടായിട്ടും ധാർമ്മികത കൊണ്ട് തിരഞ്ഞെടുക്കുന്ന അഹിംസയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മളൊരു നായയെ കാണുന്നു, അവിടെ കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് എടുത്തിട്ട് എറിയാം, നമുക്ക് എറിയാനുള്ള കല്ല് നമ്മുടെ കയ്യിലുണ്ട്, അതിനുള്ള ആരോഗ്യം നമ്മുടെ കയ്യിലുണ്ട്, എന്നിട്ടും നമ്മളത് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അത് നമ്മൾ ധാർമ്മികമായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. അതാണ് നോൺ വയലൻസ് ഓഫ് ദ ബ്രേവ്. ഇനി നോൺ വയലൻസ് ഓഫ് ദ ഹെൽപ്ലെസ്, സാഹചര്യങ്ങളുടെ മറ്റ് മാർഗങ്ങളില്ലാതെ തിരഞ്ഞെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണത്തിന്റെ ലൈൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു നായയെ കാണുന്നു, അവിടെ കല്ലോ വടിയോ ഒന്നും കിടക്കുന്നില്ല, നമുക്ക് എടുത്തെറിയാൻ അവിടെ ഒന്നുമില്ല. ആ ഒരു സമയത്ത് നമ്മൾ ആ നായനെ ഉപദ്രവിക്കുന്നില്ല. അത് പക്ഷേ നമ്മുടെ ധാർമ്മികമായിട്ടുള്ള തീരുമാനമല്ല, മറിച്ച് എന്താണ്, നമുക്ക് മറ്റ് മാർഗങ്ങളില്ലാതെ നിസ്സഹായമായതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുന്നതാണ്. ഇത് രണ്ടാമത്തെ ലെവലിലാണ് വരിക എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത്. ഇനി അതിനും താഴെ വരുന്നതാണ് പാസീവ് നോൺ വയലൻസ് ഓഫ് ദ കവേർഡ്, ഭീരുക്കളായിട്ടുള്ളവരുടെ അഹിംസ എന്നുള്ളതാണ് അതിൽ വരുന്നത്. അവിടെ ഭീരുക്കളായതുകൊണ്ടും ധൈര്യമില്ലാത്തത് കൊണ്ടും അക്രമം ഒഴിവാക്കുന്നതാണ്. ഇവർ ഒരു അവസരം ലഭിച്ചാൽ അക്രമകാരികളാകും. അതായത് ഇനിയിപ്പോൾ നായനെങ്ങാനും കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വന്ന് കടിക്കൂ എന്നുള്ള പേടി കാരണം കൊണ്ട് അത് ചെയ്യാതിരിക്കുന്നത്. അത്തരത്തിൽ ഒരു അക്രമത്തിന്റെ മാർഗം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഭയം കാരണം കൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് ഈ ഭീരുക്കളുടെ അഹിംസ എന്നുള്ളത് കൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത്. അത് നമുക്കറിയാവുന്ന പോലെ ഏറ്റവും താഴെ തട്ടിലാണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായിട്ടുള്ള അഹിംസ എന്ന് ഗാന്ധി പറയുന്നത് അത് നോൺ വയലൻസ് ഓഫ് ദ ബ്രേവ് ആണ്. കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശക്തിയും കാര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ അക്രമം വേണ്ട എന്നുള്ള ധാർമ്മികമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ്. അതാണ് ശരിയായിട്ടുള്ള അഹിംസ എന്ന് ഗാന്ധി പറഞ്ഞു വെക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള അഹിംസയ്ക്ക് നമുക്ക് വേണ്ടത് സത്യം, അതുപോലെ തന്നെ നിർഭയത, ശുദ്ധത. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ മനസ്സിന്റെ ശുദ്ധിയാണ്. എന്നീ ഗുണങ്ങളാണ് അഹിംസയ്ക്ക് വേണ്ടതെന്ന് ഗാന്ധി പറയുന്നു. അടുത്തത് ഗാന്ധിസത്തിൽ പ്രധാനമായിട്ട് വരുന്നത് സത്യാഗ്രഹയാണ്. നമുക്കറിയാം സത്യാഗ്രഹം ഗാന്ധിയുടെ സമരമാർഗത്തിൽ പ്രധാനമായിട്ടുള്ളതാണ്. ആത്മത്യാഗം കൊണ്ടും സ്നേഹം കൊണ്ടും തിന്മയെ എതിർക്കുന്ന രീതി. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയെ തിന്മ കൊണ്ടല്ല നന്മ കൊണ്ടാണ് എതിർക്കേണ്ടത് എന്നുള്ളൊരു ആശയമാണ് സത്യാഗ്രഹത്തിൽ വരുന്നത്. നമ്മുടെ ആത്മത്യാഗം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് നമ്മൾ അവിടെ തിന്മയെ എതിർക്കുന്നത്. സ്വയം സഹിച്ചുകൊണ്ടും ശുദ്ധീകരിച്ചുകൊണ്ടും എതിരാളിയുടെ ഉള്ളിലെ നന്മയെ ഉണർത്താൻ ലക്ഷ്യമിടുന്നു. അപ്പൊ ഗാന്ധി കരുതുന്നത് എല്ലാ ആളുകളുടെ മനസ്സിലും എന്തെങ്കിലും ഒരു നന്മ അവശേഷിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ എതിരാളികളാണെങ്കിലും. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്വയം ത്യാഗവും സഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു നന്മ ഉണരും. അങ്ങനെ അവർ തെറ്റ് തിരുത്തി നല്ല മനുഷ്യരാകാൻ തയ്യാറാകും എന്നുള്ള രീതിയിലൊക്കെയാണ് ഗാന്ധി പ്രത്യാശിക്കുന്നത്. അത്തരത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സമരമാർഗമാണ് സത്യാഗ്രഹം. മാന്യവും സൗമ്യവുമായ വാദങ്ങളിലൂടെയും സ്നേഹത്തിലൂടെയും എതിരാളിയുടെ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. അതായത് എതിരാളിയുടെ ഉള്ളിലുള്ള നന്മയെ ഉണർത്തുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ സൗമ്യമായിട്ടും മാന്യമായിട്ടും നമ്മുടെ വാദങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. സ്നേഹം കൊണ്ട് നമ്മൾ അവരെ കീഴടക്കുക എന്നുള്ളൊരു ആശയമാണ് ഗാന്ധി പറയുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു ഗുണം വരുന്നത് പൊതുജനാഭിപ്രായം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്യുമ്പോൾ നമ്മൾ അക്രമങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല, നമ്മൾ ത്യാഗം സഹിച്ചുകൊണ്ടുള്ള സമരമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊതുവിൽ ജനങ്ങളെല്ലാം തന്നെ നമ്മളുടെ ആ ഒരു സമരത്തിന് സപ്പോർട്ട് ചെയ്യാനും അതിനുള്ള അനുകൂലമായിട്ട് നിൽക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെ പൊതുജനാഭിപ്രായം അനുകൂലമാക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യാഗ്രഹത്തിന്റെ മറ്റൊരു ഗുണമായിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് പോലെ സൗത്ത് ആഫ്രിക്കയിലാണ് ഗാന്ധി ആദ്യമായിട്ട് ഈ സത്യാഗ്രഹം പരീക്ഷിക്കുന്നത്. അവിടെ അത് വലിയ വിജയമാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഇത് പ്രയോഗിച്ചതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാം. പിന്നെ സത്യാഗ്രഹത്തിന്റെ വിവിധ രീതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് ആണ്, നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അക്രമരഹിതമായ വിപ്ലവ മാർഗമാണ്. അധാർമികമായ നിയമങ്ങൾ ലംഘിക്കുന്നു. അതായത് തിന്മ നിറഞ്ഞിട്ടുള്ള തെറ്റായിട്ടുള്ള നിയമങ്ങൾ ഈ ഭരണകൂടം കൊണ്ടുവരുന്ന സമയത്ത് അതിനെ ലംഘിക്കുക എന്നുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സമരരീതിയാണ് ഇതിൽ വരുന്നത്. ഇത് ഏത് നിയമങ്ങൾ ലംഘിക്കണമെന്നും അക്രമത്തിന് കാരണമാകാതിരിക്കാനും നേതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഗാന്ധി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ ജനങ്ങളോട് മുഴുവൻ അല്ലെങ്കിൽ നാട്ടുകാരോടെല്ലാം നിയമങ്ങൾ ലംഘിക്കൂ എന്ന് ഒരു ആഹ്വാനം നടത്താൻ ഗാന്ധി ഒരിക്കലും പറയുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനും കലാപത്തിനും ഒക്കെയാണ് കാരണമാവുക എന്ന് ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് നേതാക്കളായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ നിയമലംഘനം നടത്തുക. അത് ഏത് നിയമങ്ങളാണ് ലംഘിക്കേണ്ടതെന്നുള്ളത് അവർ കൃത്യമായി ആലോചിച്ചിട്ടാണ് ചെയ്യുക. അത്തരത്തിൽ അക്രമത്തിലേക്ക് നയിക്കാത്ത തരത്തിലുള്ള നിയമലംഘനം എന്നുള്ള രീതിയിലാണ് ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻസിനെ കാണുന്നത്.
അടുത്തത് വരുന്നത് ഹിജ്റത്താണ്. അക്രമം എതിർക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വാസസ്ഥലം ഉപേക്ഷിച്ചു പോവുക എന്നുള്ളതാണ് ഹിജ്റത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്രമത്തിനെ അക്രമം കൊണ്ട് നേരിടുക എന്നുള്ളത് ഗാന്ധിയുടെ മാർഗമല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക, അതൊന്നുകിൽ അവരുടെ വീടായിരിക്കാം, അതല്ലെങ്കിൽ ആ നാടായിരിക്കാം, ആ തരത്തിൽ ഒഴിഞ്ഞു പോവുക എന്നുള്ള ആശയമാണ് ഹിജ്റത്തിൽ പറയുന്നത്. പക്ഷെ പിന്നീട് ഈ ഒരു മാർഗം ഗാന്ധി ഉപേക്ഷിച്ചു. കാരണം ആളുകളോട് അവരുടെ വീട് വിട്ടു പോവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന് ഗാന്ധി പിന്നീട് തിരിച്ചറിയുകയുണ്ടായി. നമ്മൾ ഗാന്ധിയെ കുറിച്ച് തുടക്കത്തിലേ പറഞ്ഞിരുന്നു, കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെ പഠിക്കുന്ന സമയത്ത് അത് തിരുത്താൻ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു ഗാന്ധി എന്നുള്ളത്. പിന്നെ വരുന്നത് ഫാസ്റ്റിംഗ് ആണ്. നിരാഹാര സമരം എന്നുള്ളതാണ് ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കണം എന്നാണ് ഗാന്ധി പറയുന്നത്. നമുക്കറിയാം ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നിരാഹാര സമരം നടത്തിയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ നിരാഹാരം കിടക്കുമെന്നുള്ള രീതിയിൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. അതായത് രൂക്ഷമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് നിരാഹാരം പ്രയോഗിക്കേണ്ടതെന്നാണ് ഗാന്ധി പറയുന്നത്. ഇത് എതിരാളിയുടെ ധാർമ്മികതയെ സ്പർശിക്കുന്ന സമരമാർഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എതിരാളിയുടെ ഉള്ളിൽ കരുണയും നന്മയും ഒക്കെ ഉണർത്താൻ കഴിയുന്ന ഒരു സമരമാർഗമാണിത്. ഇത് അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ശുദ്ധി, നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സിന്റെ ശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അച്ചടക്കം, വിശ്വാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു സമരമാർഗം ഉപയോഗിക്കാൻ കഴിയുക എന്ന് ഗാന്ധി പറയുന്നു. പിന്നെ വരുന്നത് സ്ട്രൈക്കാണ്. നമുക്കറിയാം സമരം അല്ലെങ്കിൽ പണിമുടക്ക് എന്ന് പറയുന്നത് തൊഴിലാളി സമരങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അക്രമരഹിതമായിട്ട് അവർ പണിമുടക്ക് നടത്തുന്നതാണ് ഇതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഗാന്ധിയുടെ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്നത്. ഇനി പറയുന്നത് സ്വകാര്യ സ്വത്തിനെ കുറിച്ചിട്ടും ട്രസ്റ്റിഷിപ്പിനെ കുറിച്ചിട്ടും ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആവശ്യത്തിലധികം സ്വത്ത് കൈവശം വയ്ക്കുന്നതിനെ ഗാന്ധി അനുകൂലിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, ആളുകൾ അവർക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം കയ്യിൽ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ അത്ര സ്വത്ത് മാത്രം കയ്യിൽ വയ്ക്കുക എന്നുള്ള ഒരു അഭിപ്രായമാണ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. സമ്പന്നര് സമ്പത്തിന്റെ ഉടമകളാവാതെ ട്രസ്റ്റികളാവണം എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഗാന്ധി പറയുന്നത് ഈ സമ്പന്നരായിട്ടുള്ള ആളുകൾ, ഈ വ്യവസായങ്ങളുടെയും മറ്റു ഉടമകളായിട്ടുള്ള ആളുകൾ അതിന്റെ ഉടമകൾ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ട്രസ്റ്റികൾ എന്ന അവസ്ഥയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ട്രസ്റ്റികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ എന്നുള്ള രീതിയിൽ നടക്കുന്ന സംഘടനകളെ കുറിച്ചിട്ട്. അതിനകത്ത് ഒരു നടത്തിപ്പുകാരൻ എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക, മറിച്ച് ഒരു ഉടമ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറണമെന്നാണ് ഗാന്ധി സമ്പന്നരോട് പറയുന്നത്. ഇത് സാമ്പത്തിക സമത്വത്തിലേക്ക് നയിക്കുമെന്ന് ഗാന്ധി വിശ്വസിച്ചു. മുതലാളിത്ത വ്യവസ്ഥയെ ട്രസ്റ്റിഷിപ്പിലൂടെ സമത്വത്തിലേക്ക് നയിക്കാമെന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പോൾ ഒരു അക്രമരഹിതമായിട്ടുള്ള മാർഗത്തിലൂടെ മുതലാളിത്തം ഇല്ലാതാക്കിയിട്ട് ഒരു സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രസ്റ്റിഷിപ്പിലൂടെ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഗാന്ധി കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ടും ട്രസ്റ്റിഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യം ഗാന്ധി പറയുന്നത് അനുവദിക്കുന്നതിൽ കൂടുതൽ സ്വകാര്യ സ്വത്ത് കൈവശം വയ്ക്കാനാകില്ല. അനുവദിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം, ആർക്കും സ്വകാര്യ സ്വത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിനകത്ത് സാമ്പത്തിക വിനിമയങ്ങളൊന്നും നടക്കില്ല. ഈ വിൽപ്പനയും അതുപോലെ വാങ്ങലൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സ്വകാര്യ സ്വത്ത് ആളുകൾക്ക് വേണം. അപ്പൊ അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉണ്ടാവരുത്. സമൂഹം അനുവദിക്കുന്ന അളവിൽ മാത്രമേ സ്വകാര്യ സ്വത്ത് ഉണ്ടാകാവൂ എന്നാണ് ഗാന്ധി അതിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായോ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായോ സ്വത്ത് ഉപയോഗിക്കാനാകില്ല. അതായത് ട്രസ്റ്റിന്റെ കയ്യിലുണ്ടാവുന്ന ഈ ഫണ്ട്, ഈ വ്യവസായങ്ങളും സ്ഥാപനങ്ങളും കമ്പനികളൊക്കെ ട്രസ്റ്റുകളാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, അതായത് ഇതിന്റെ ഉടമകൾ എന്നുള്ള ആളുകൾ ഇതിന്റെ നടത്തിപ്പുകാരാവും എന്ന് നമ്മൾ പറയുകയുണ്ടായി. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ സമൂഹത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടും അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി കുറഞ്ഞ വേതനവും പരമാവധി വേതനവും ഉണ്ടായിരിക്കും. ഇവ തമ്മിൽ യുക്തിസഹമായിട്ടുള്ള അന്തരമാണ് ഉണ്ടാവേണ്ടത്. എല്ലാവർക്കും ഒരേ വേതനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഗാന്ധിക്ക് അറിയാം. അതായത് എല്ലാവർക്കും ഒരേ അളവിലുള്ള സ്വത്ത് എന്നുള്ള രീതിയിലുള്ള ഒരു സമത്വം ഉണ്ടാകില്ല എന്ന് ഗാന്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിന് പകരം ഗാന്ധി പറയുന്നത് ഒരു മിനിമം വേതനം, കുറഞ്ഞ വേതനം എന്ന രീതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയാവുന്ന ഒരു തുക ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ കൂടുതൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വേതനം കൊടുക്കാം.
പക്ഷെ അത് പരമാവധി എത്രയാകണം എന്നുള്ളത് നിർണയിച്ചിട്ടുണ്ടായിരിക്കണം. ഇവ രണ്ടും തമ്മിൽ യുക്തിപരമായിട്ടൊരു അന്തരം മാത്രമേ ഉണ്ടാകാവൂ എന്നുള്ള കാര്യവും ഗാന്ധി പറയുന്നുണ്ട്. അതായത് വലിയ രീതിയിലൊരു സാമ്പത്തിക അസമത്വം ഉണ്ടാകരുത് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സമൂഹ താല്പര്യത്തെ മുൻനിർത്തിയായിരിക്കണം, ലാഭം പരിഗണിച്ചായിരിക്കില്ല. ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നമുക്കറിയാം. സമൂഹത്തിന് എന്താണ് വേണ്ടത്, ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കുറെ വില കിട്ടുമായിരിക്കും. ഉദാഹരണത്തിന് റബ്ബർ അങ്ങനെയുള്ള ചില വിളകളൊക്കെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ ലാഭം കിട്ടുമായിരിക്കും. പക്ഷെ അവിടെ ഭക്ഷണത്തിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണമാണ് കൃഷി ചെയ്യേണ്ടി വരിക. ആ രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഒരുപക്ഷെ ഒരുപാട് യന്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിച്ചേക്കും. പക്ഷെ അവിടെ ചിലപ്പോൾ ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ സമൂഹത്തിന്റെ താല്പര്യമാണ് മുന്നിൽ നിർത്തേണ്ടത്, ലാഭമല്ല മുന്നിൽ നിർത്തേണ്ടത് എന്നുള്ളതാണ് ഗാന്ധി പറയുന്നത്. പിന്നെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ട്രസ്റ്റിഷിപ്പിലേക്ക് മാറാൻ വേണ്ടിയിട്ട് മുതലാളിമാർ തയ്യാറായില്ലെങ്കിൽ അവരുടെ വ്യവസായം സർക്കാർ ഏറ്റെടുക്കണം, എന്നിട്ട് അതിനെ ട്രസ്റ്റുകളാക്കി മാറ്റണം എന്നുകൂടി ഗാന്ധി പറയുന്നുണ്ട്. ഇനി ഇത്തരം ട്രസ്റ്റുകളിൽ തൊഴിലാളികൾക്ക് അതിൻ്റെ മാനേജ്മെന്റിൽ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഗാന്ധി സ്വകാര്യ സ്വത്തിനെ കുറിച്ച് പറയുന്നത് ആവശ്യത്തിനുള്ള സ്വകാര്യ സ്വത്ത് മാത്രം പാടുള്ളൂ എന്നുള്ളതും, അതുപോലെ വ്യവസായങ്ങളും മറ്റുമായിട്ട് വരുന്ന സ്വകാര്യ സ്വത്തുക്കൾ വ്യക്തികളുടെ ഉടമയിൽ നിന്ന് മാറിയിട്ട് അത് നടത്തിപ്പിലേക്ക് കൊണ്ടുവരുന്ന ട്രസ്റ്റിഷിപ്പ് വേണമെന്നുള്ളൊരു അഭിപ്രായവുമാണ് ഗാന്ധി പറയുന്നത്. ഇനി വരുന്നത് ഗാന്ധി വിഭാവനം ചെയ്യുന്ന സമൂഹം അല്ലെങ്കിൽ ഗാന്ധിയുടെ സ്വരാജ് എന്നുള്ള സങ്കല്പത്തെ കുറിച്ചിട്ടാണ്. ഗാന്ധി വിഭാവനം ചെയ്ത സമൂഹം അക്രമരഹിതവും വർഗരഹിതവും ഭരണകൂടരഹിതവുമായിട്ടുള്ള സോഷ്യലിസ്റ്റ് സമൂഹമാണ്. അക്രമരഹിതം നമുക്കറിയാം. വർഗരഹിതം എന്ന് പറയുന്നത് ഈ മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, ലോ ക്ലാസ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളില്ലാത്ത, ഇനി ഭരണകൂടത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു സോഷ്യലിസ്റ്റ് സമൂഹമാണ് ഗാന്ധി വിഭാവനം ചെയ്യുന്നത്. അത് സ്വയം പര്യാപ്തവും സ്വയം നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഗ്രാമങ്ങളായിട്ടാണ് ഗാന്ധി സങ്കല്പിക്കുന്നത്. അപ്പോൾ ഗാന്ധി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഈ വിഭാവനം ചെയ്യുന്ന സമൂഹത്തിനകത്ത് ഗ്രാമങ്ങളാണ് കാണുന്നത്. അവ സ്വയം പര്യാപ്തമാണ്. ആ ഗ്രാമങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ ഗ്രാമങ്ങൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന, ആ ഗ്രാമങ്ങൾ തന്നെ സ്വയം ഭരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഗാന്ധി പറയുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും സ്വയം ഭരണ പഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും. ഇവ ഫെഡറേഷന്റെ ഭാഗമായിരിക്കും. ഇനി ഗാന്ധിയുടെ ഈ ഒരു സമൂഹത്തിനകത്ത് ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് പഞ്ചായത്തുകളായിട്ടാണ് ഗാന്ധി കാണുന്നത്. വലിയ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഒന്നും ആവശ്യകത ഇല്ല. നമ്മൾ പറഞ്ഞു ഭരണകൂടരഹിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗാന്ധി വിഭാവനം ചെയ്യുന്നത്. അവിടെ ഈ ഗ്രാമങ്ങളും ആ ഗ്രാമങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള പഞ്ചായത്തുകളുമാണ് ഗാന്ധി പറയുന്നത്. ഇനി പഞ്ചായത്തുകളൊക്കെ ഫെഡറേഷന്റെ ഭാഗമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് പഞ്ചായത്തുകളൊക്കെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുന്ന പോലെ ഒരു ഫെഡറേഷന്റെ ഭാഗമായിരിക്കും. ഈ ഫെഡറേഷനിൽ വലിയ നഗരങ്ങളോ വലിയ വ്യവസായങ്ങളോ പോലീസോ പട്ടാളമോ ഉണ്ടായിരിക്കില്ല. അക്രമങ്ങളില്ലാത്തൊരു സമൂഹമാണെങ്കിൽ അവിടെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഗ്രാമങ്ങളെയാണ് ഗാന്ധി വിഭാവനം ചെയ്യുന്നത്. വലിയ നഗരങ്ങളോ വ്യവസായങ്ങളോ ഒന്നും ആവശ്യമില്ല. കൃഷി, ഖാദി, പരുത്തി തുടങ്ങിയ തൊഴിലുകളായിരിക്കും പ്രധാനം. കൃഷിയായിരിക്കും പ്രധാനം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഖാദി, പരുത്തി തുടങ്ങിയിട്ടുള്ള ചെറിയ വ്യവസായങ്ങളും അവിടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും പാർപ്പിടവും ഭക്ഷണവും വസ്ത്രവും തൊഴിലും ഈ സ്വരാജ് സമൂഹത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഗാന്ധിയുടെ സ്വരാജ് എന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തിനകത്ത് എല്ലാവർക്കും തൊഴിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് പാർപ്പിടവും ഭക്ഷണവും എല്ലാം തന്നെ അവിടെ ലഭ്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇത്തരം ഒരു സമൂഹം എളുപ്പം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് അറിയാമെങ്കിലും അതിന്റെ സാധ്യതയിൽ ഗാന്ധി വിശ്വസിച്ചു. അപ്പൊ ഈ ഒരു ആശയം അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഗാന്ധിക്ക് അറിയാം ഈ മുതലാളിമാരുടെ അടുത്ത് പോയിട്ട് അവരെയൊക്കെ ട്രസ്റ്റികളാക്കുക എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രാമങ്ങൾ ഉണ്ടാക്കുക, നഗരങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതൊക്കെ എളുപ്പത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ളൊരു സമൂഹം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഗാന്ധി വിശ്വസിച്ചു. അങ്ങനെ ഒരു സമൂഹം ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവും എന്നാണ് ഗാന്ധി കരുതിയിരുന്നത്. അടുത്തത് പറയുന്നത് മീൻസ് ആൻഡ് എൻഡ്സ് ആണ്. മാർഗവും ലക്ഷ്യവും എന്നുള്ള സങ്കല്പമാണ് അതിൽ വരുന്നത്. ഗാന്ധി പറയുന്നത് ലക്ഷ്യവും മാർഗവും ഒരേപോലെ ശുദ്ധമായിരിക്കണം എന്നാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും, അല്ലെങ്കിൽ ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല എന്ന രീതിയിലൊക്കെ.
പക്ഷെ ഗാന്ധി പറയുന്നത് രണ്ടും ഒരുപോലെ പ്രധാനമാണെന്നുള്ള രീതിയിലാണ്. ലക്ഷ്യം ഉന്നതമായാൽ മാത്രം പോരാ, മാർഗം ധാർമ്മികമായിരിക്കണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളതായാൽ മാത്രം പോരാ, അത് ചെയ്യുന്ന രീതിയും നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം എന്നാണ് ഗാന്ധി പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഉന്നതമായിട്ടുള്ള ലക്ഷ്യമാണെങ്കിലും അക്രമമില്ലാത്ത മാർഗത്തിലൂടെ വേണം അത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞിരുന്നത്. ആ രീതിയിൽ ലക്ഷ്യവും മാർഗവും ഒരുപോലെ പ്രധാനമാണെന്നാണ് ഗാന്ധി പറയുന്നത്. അധാർമിക മാർഗങ്ങൾ സത്യത്തിലേക്കും നീതിയിലേക്കും നയിക്കില്ല. അപ്പോൾ ഈ ലക്ഷ്യം മാത്രം പ്രധാനമായിട്ട് മാർഗം നോക്കാത്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മാർഗം അധാർമികമാണെങ്കിൽ അതൊരിക്കലും സത്യത്തിലേക്കും അതുപോലെ നീതിയിലേക്കും നയിക്കില്ല. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം നീതിയുക്തമായിരിക്കില്ല എന്നാണ് ഗാന്ധി പറയുന്നത്. ഒരു വിത്തും വൃക്ഷവും തമ്മിലുള്ള ബന്ധം പോലെയാണ് ലക്ഷ്യവും മാർഗവും എന്നാണ് അതിന് ഉദാഹരണമായിട്ട് ഗാന്ധി പറയുന്നത്. കാരണം നമ്മൾ ഒരു വിത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വൃക്ഷം മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്നൊക്കെ നമ്മൾ പറയല്ലോ. ആ രീതിയിൽ അധാർമികമായിട്ടുള്ള മാർഗത്തിൽ നിന്ന് നമുക്ക് അധാർമികമായിട്ടുള്ള ലക്ഷ്യം മാത്രമേ ലഭിക്കൂ എന്നാണ് ഗാന്ധി പറയുന്നത്. അതേപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള മാർഗങ്ങൾ ധാർമ്മികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മുടെ മാർഗം ധാർമ്മികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തുന്ന ലക്ഷ്യവും ധാർമ്മികമായിട്ടുള്ളതായിരിക്കുമെന്ന് ഗാന്ധി പറയുന്നു. ഇനി ഗാന്ധിസവുമായി ബന്ധപ്പെട്ട് അവസാനം വരുന്നത് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ആണ്. മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടും ഗാന്ധിയുടെ അഭിപ്രായങ്ങളാണ്. ഗാന്ധിയുടെ മതം ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ധാർമ്മിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധി വളരെ റിലീജിയസ് ആയ മതവിശ്വാസിയായിട്ടൊരു വ്യക്തിയാണ്. പക്ഷെ അതുകൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ആളെന്നല്ല, മതം പഠിപ്പിക്കുന്ന ധാർമ്മികതയിലാണ് ഗാന്ധി ഫോക്കസ് ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിതമായ മതത്തിനായി നിലകൊണ്ടു. നമുക്കറിയാം, ഗാന്ധിയുടെ കാലത്ത് അയിത്തം, തൊട്ടുകൂടായ്മ തുടങ്ങിയിട്ടുള്ള പല ആചാരങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിൽ നിന്നും മോചിതമായിട്ടുള്ള ഒരു മതത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധി നിലകൊണ്ടിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമല്ല ഗാന്ധിയുടെ ഒരു ധാർമ്മികത അദ്ദേഹം തിരഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു സെക്യുലർ അല്ലെങ്കിൽ ഒരു മതേതരവാദിയായിരുന്നു. അദ്ദേഹം ഹിന്ദു, ക്രിസ്ത്യൻ, ഇസ്ലാം തുടങ്ങിയിട്ടുള്ള പല മതങ്ങളിൽ നിന്നുള്ള നല്ല ആശയങ്ങൾ അതല്ലെങ്കിൽ അതിൻ്റെ ധാർമ്മിക ഗുണങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ഇനി ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ മതപരമായിട്ട് ഗാന്ധിക്കുള്ള ഈ ആത്മീയതയിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഗാന്ധി പറയുന്നത് രാഷ്ട്രീയവും മതവും തമ്മിൽ വേർതിരിക്കാൻ സാധിക്കില്ല എന്നാണ്. കാരണം ഒരാളുടെ ആത്മീയത എന്ന് പറയുന്നത് അയാളുടെ ഈ മതവിശ്വാസത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. രാഷ്ട്രീയത്തിനകത്തും ഒരു ആത്മീയത വേണം എന്നുള്ള രീതിയിലാണ് ഗാന്ധി അതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്